ലൈഫിൽ നമ്മളൊക്കെ അറിഞ്ഞിരിക്കേണ്ട പഠിച്ചിരിക്കേണ്ട കുറച്ച് ലെസൺസ് ഉണ്ട്. അത് അറിഞ്ഞിട്ടില്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. അതിനി നമ്മുടെ ലൈഫിൽ നിന്നും ആയിക്കോട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവരുടെ ലൈഫിൽ നിന്നും ആയിക്കോട്ടെ, അല്ലെങ്കിൽ വായിച്ചിട്ടോ ഏതെങ്കിലും ബുക്സ് വായിച്ചിട്ടോ അല്ലെങ്കിൽ കേട്ടിട്ടോ കണ്ടിട്ടോ എങ്ങനെ ആയിക്കോട്ടെ, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, നമ്മൾ പഠിച്ചിരിക്കേണ്ട കുറച്ച് ലെസൺസ് ഉണ്ട്. അതിനെക്കുറിച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. വെൽക്കം ടു ജസ്റ്റ്. നമ്മുടെ സൊസൈറ്റിയിൽ ഈ ആളുകൾക്കൊക്കെ ബാക്കിയുള്ളവരുടെ ജഡ്ജ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് അല്ലേ. ഭയങ്കര ക്രേസാണ്. അവൻ എങ്ങനെയാണ്, അവൾ ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ജഡ്ജ് ചെയ്തുകൊണ്ടേയിരിക്കും. ഈ ജഡ്ജ് ചെയ്യുന്ന ആൾക്കാരുടെ ഡ്രീംസിനോ അല്ലെങ്കിൽ ഗോൾസിനോ ഒന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല. എല്ലാന്നുണ്ടെങ്കിൽ ഒരു ഡ്രീമും ഒരു ഗോളും ഇല്ലാത്ത ആൾക്കാരായിരിക്കും ഈ ജഡ്ജ് ചെയ്തുകൊണ്ടേയിരിക്കുക. അങ്ങനെ നിങ്ങൾ ആരെങ്കിലും ജഡ്ജ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ജഡ്ജ്മെന്റ് ഒരിക്കലും നിങ്ങളുടെ ഡ്രീംസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഗോള് അതൊന്നും ഇല്ലാണ്ടാക്കുന്ന ലെവലിലേക്ക് പോകരുത്. സോ ബാക്കിയുള്ളവർ നിങ്ങൾ ജഡ്ജ് ചെയ്തോട്ടെ, അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമേ ഇല്ല. അവരവിടെ പറഞ്ഞുകൊണ്ടേയിരിക്കും. നിങ്ങൾ നിങ്ങളുടെ ഡ്രീംസ് ഒരിക്കലും കൈവിടാൻ പാടില്ല. അതുപോലെ തന്നെ നിങ്ങൾ ബാക്കിയുള്ളവരുടെ ഡ്രീംസോ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന കാര്യങ്ങളോ കണ്ട് ഇൻഫ്ലുവൻസ് ആയിട്ട് ഞാനൊന്നുമല്ല, എന്നെ കൊണ്ട് പറ്റില്ല എന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല. അവരവരുടെ ലൈഫ് പോയിക്കൊണ്ടേയിരിക്കും. നിങ്ങൾ നിങ്ങളുടെ ലൈഫിലെ ഗോളും ഡ്രീമും ഒക്കെ കൈവിടാണ്ട് പിടിക്കുക. നിങ്ങൾ അച്ചീവ് ചെയ്യാനായിട്ട് മാക്സിമം ഹാർഡ് വർക്ക് ചെയ്യുക. ബാക്കിയുള്ളവർ അവിടെ ജഡ്ജ് ചെയ്തോട്ടെ. ഓക്കെ. പിന്നെ നമുക്കൊക്കെ ഒരു പ്രശ്നമുണ്ട്. നമ്മളൊരു കാര്യം ചെയ്യാൻ നമുക്കറിയാം, നമുക്കത് ചെയ്യണമെന്നുണ്ട്, പക്ഷെ നമുക്ക് അത് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസ് വരാറുണ്ട് അല്ലേ. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് കുറ്റബോധത്തിലൂടെ കടന്നു പോകും. അയ്യോ, അത് ആ സമയത്ത് ചെയ്താൽ മതിയായിരുന്നു എന്നുള്ളത്. അതെന്തുകൊണ്ടാണ്? നമുക്ക് ആ ഒരു കറേജും ആ ഒരു കോൺഫിഡൻസും ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് കറക്റ്റ് ടൈമിൽ അറിഞ്ഞിട്ട് പോലും ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായിട്ട് പോലും ചെയ്യാൻ പറ്റാണ്ടായി പോകുന്നത്. പിന്നീട് അത് ആലോചിച്ച് കുറ്റബോധം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനത്തെ സിറ്റുവേഷൻസ് മാക്സിമം ഒഴിവാക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്കൊരു കാര്യം ചെയ്യാൻ ഇതാണ് റൈറ്റ് ടൈം എന്ന് തോന്നിക്കഴിഞ്ഞാൽ, നിങ്ങൾക്കറിയാം നിങ്ങൾ ചെയ്താൽ സക്സസ്ഫുൾ ആവുമെന്ന് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ കാര്യം ചെയ്യുക. പിന്നീട് അത് ആലോചിച്ച് റിഗ്രറ്റ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. ലൈഫാണ്, അത് പോയിക്കൊണ്ടേയിരിക്കും. നമുക്കൊരിക്കലും അത് ആ ഒരു ടൈമിലേക്ക് തിരിച്ചു പോകാനോ അത് ആ ഒരു മിസ്റ്റേക്ക് തിരുത്താനോ ചെയ്യണമെന്ന് ആഗ്രഹിച്ച കാര്യത്തിൽ ചെയ്യാനോ ഒന്നും പറ്റില്ല. സോ നിങ്ങൾക്ക് ഒരു മൊമെന്റിൽ അത് ചെയ്യണം തോന്നിക്കഴിഞ്ഞാൽ, എന്തെങ്കിലും കാര്യം അച്ചീവ് ചെയ്യണം തോന്നിക്കഴിഞ്ഞാൽ ആ മൊമെന്റിൽ നിങ്ങൾ അത് ചെയ്തുകൊണ്ടേയിരിക്കുക. പിന്നെ കുറ്റബോധം വന്നിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല. സോ ആ ഒരു കോൺഫിഡൻസും കറേജും നിങ്ങൾ ബിൽഡ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് നോക്കുക. ഓക്കെ. പിന്നെ നമ്മൾ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ടാവും നമ്മുടെ ലൈഫിലൊക്കെ. ഇപ്പോൾ ബാക്കിയുള്ളവരുടെ ലൈഫിൽ നിന്നോ ഏതെങ്കിലും ബുക്ക് വായിച്ചിട്ടോ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഇൻഫ്ലുവൻസ് ആയിട്ട് കുറേ കാര്യങ്ങൾ നമുക്ക് അറിയുന്നുണ്ടായിരിക്കും. പക്ഷെ അങ്ങനെ അറിഞ്ഞിരുന്നിട്ട് കാര്യമില്ല. നമ്മുടെ ലൈഫിൽ അത് അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക. ഫോർ എക്സാമ്പിൾ, നമുക്കിപ്പോൾ എന്താ പറയുക, സൈക്കിൾ ചവിട്ടാൻ എങ്ങനെയാണ് സൈക്കിൾ ചവിട്ടേണ്ടത് എന്നുള്ള അറിയാം. ഈ ഒരു ആക്ഷൻ എടുത്താലാണ് സൈക്കിൾ ചവിട്ടാൻ പറ്റുക എന്നുള്ളതൊക്കെ അറിയാം. പക്ഷെ അങ്ങനെ അറിഞ്ഞിരുന്നുകൊണ്ട് കാര്യമുണ്ടോ? നമ്മളത് ചെയ്താൽ മാത്രമല്ലേ നമ്മൾ പ്രോപ്പറായിട്ട് സൈക്കിൾ ചവിട്ടാൻ പഠിക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഒരു ചിത്രം വരയ്ക്കാം, ഡ്രോയിങ്ങിനെ കുറിച്ച് ഏതാണ് ബ്രഷ് നല്ലത്, ഏതാണ് പെൻസിൽ നല്ലത്, എപ്പോഴാണ് എങ്ങനെ വരയ്ക്കണം എന്നൊക്കെ അറിയാം. പക്ഷെ നമ്മൾ വരയ്ക്കുന്നില്ല. വരയ്ക്കാണ്ടായാൽ നമുക്ക് എങ്ങനെ അത് പ്രാക്ടീസ് ചെയ്യാണ്ടായാൽ നമുക്ക് എങ്ങനെ അറിയും അയാൾ ഒരു ഡ്രോയർ ആണെന്നുള്ളത് നമുക്ക് പ്രോപ്പറായിട്ട് പറയാൻ പറ്റും? ഒരിക്കലുമില്ല. സോ എത്ര തിയറി അറിഞ്ഞിട്ടും കാര്യമില്ല. പ്രാക്ടിക്കലി അത് അപ്ലൈ ചെയ്താൽ മാത്രമാണ് നമുക്ക് സക്സസ്ഫുൾ ആവാൻ പറ്റുള്ളൂ. പിന്നെ നമ്മളൊക്കെ ഒരു കാര്യം ചെയ്തു, എന്നിട്ട് നമ്മൾ സക്സസ്ഫുൾ ആയില്ല, തോറ്റുപോയി എന്നുണ്ടെങ്കിൽ അവിടെ ആ കാര്യം ഉപേക്ഷിക്കരുത്. ദയവ് ചെയ്തിട്ട് നിങ്ങൾ ആ കാര്യം വീണ്ടും പ്രാക്ടീസ് ചെയ്യുക, പഠിച്ചുകൊണ്ടേയിരിക്കുക. അടുത്തൊരു അവസരത്തിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ആ അവസരം നിങ്ങൾ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഒരിക്കലും നിങ്ങൾ വിട്ട് കളയരുത്. നിങ്ങളുടെ ഡ്രീം ആയിക്കോട്ടെ, നിങ്ങളുടെ പാഷൻ ആയിക്കോട്ടെ, നിങ്ങളുടെ ഗോൾ ആയിക്കോട്ടെ, ഒന്നും നിങ്ങൾ വിട്ട് കളയരുത്. നമ്മുടെ ലൈഫിൽ തോൽവികൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. പക്ഷെ ആ തോൽവികളിൽ നിന്നൊക്കെ നിങ്ങളൊരു ലെസൺ പഠിക്കുക. ആ ഒരു മിസ്റ്റേക്ക് എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വീണ്ടും അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. അടുത്തൊരു അവസരം വന്നാൽ അത് യൂസ് ചെയ്യാനായിട്ട് മാക്സിമം നോക്കുക. പിന്നെ ഈ ഹെൽത്ത് ശ്രദ്ധിക്കുന്നൊരു കാര്യം. ഹെൽത്ത് നമുക്കൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മളുടെ ഇപ്പോഴത്തെ നല്ല പ്രായത്തിൽ നിങ്ങൾ കുറേ വെള്ളം അടിച്ചിട്ടും അല്ലെങ്കിൽ കുറേ ജങ്ക് ഫുഡ് കഴിച്ചിട്ടും ഫാസ്റ്റ് ഫുഡ് കഴിച്ചിട്ടും നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾ വെറുതെ കളയരുത്. ഇപ്പം നമുക്ക് ഒരു പ്രശ്നം ഉണ്ടായിരിക്കില്ല, പക്ഷേ ഏജ് ആവും തോറും ആഫ്റ്റർ 30s or 40s നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ വരാൻ തുടങ്ങും. അപ്പോൾ ഇപ്പോഴാണ് നമുക്ക് ഹെൽത്ത് ഒക്കെ നോക്കാൻ പറ്റിയിട്ടുള്ള കറക്റ്റ് ടൈം എന്ന് പറയുന്നത്. എന്നാൽ മാത്രമാണ് ആഫ്റ്റർ 40s ഒക്കെ നമ്മൾ നല്ല ആരോഗ്യത്തോടു കൂടി ഇരിക്കത്തുള്ളൂ. ഓക്കെ. അപ്പോൾ ഈ ടൈമിൽ നിങ്ങൾ അത്യാവശ്യം യോഗ, വർക്കൗട്ട് അല്ലെങ്കിൽ എന്താ പറയുക മെഡിറ്റേഷൻ ഈ കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് നോക്കുക. ഓക്കെ. എല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെൽത്ത് മെല്ലെ പോയിക്കൊണ്ടേയിരിക്കും നമ്മുടെ കയ്യിൽ നിന്ന്.
ഓക്കെ, നമ്മുടെ ലൈഫിൽ നമ്മൾ സക്സസ്ഫുൾ ആവണമെന്നുണ്ടെങ്കിൽ അത് ഒട്ടും ഈസി അല്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഒന്നും ഈസി ആയിട്ട് നമുക്ക് കിട്ടാൻ പോകുന്നില്ല. ഇപ്പോൾ ഭാഗ്യം എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഉണ്ട്, പക്ഷെ അതൊരു പരിധി വരെ മാത്രമാണ്. ഫുൾ കാര്യം നമുക്ക് ഭാഗ്യത്തോടു കൂടി ചെയ്യാൻ പറ്റുന്ന പറഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല. നിങ്ങൾ പകുതി എഫേർട്ട് ഇടണം അല്ലേ. നമ്മൾ അതിനു വേണ്ടി മാക്സിമം ഹാർഡ് വർക്ക് ചെയ്യുക, ഡെഡിക്കേഷൻ നമുക്ക് വേണം. എന്നാൽ മാത്രമാണ് നമുക്കൊരു കാര്യം അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. ഒന്നും ഈസി ആയിട്ട് കിട്ടില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അതൊന്നും ഈസി ആയിട്ട് കിട്ടിയാൽ അതൊന്നും നമ്മുടെ കൂടെ ലൈഫ് ലോങ് അധികകാലം ഉണ്ടാവില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. പിന്നെ യങ്സ്റ്റേഴ്സ് ഒക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്, ടൈം ഉണ്ടല്ലോ, എന്തെങ്കിലും കാര്യം ചെയ്യണം നേരത്തെ, ടൈം ഉണ്ടല്ലോ, ഇനിയും ടൈം ഉണ്ടല്ലോ, ഞാൻ ഇത്ര പ്രായത്തിലായിട്ടുള്ളൂ, അല്ലെങ്കിൽ ഞാൻ 20 വയസ്സിലായിട്ടുള്ളൂ, 21 വയസ്സിലായിട്ടുള്ളൂ, ഇനിയും ടൈം ഉണ്ട് എന്നൊക്കെ പറയുന്നവരുണ്ട്. അല്ലെങ്കിൽ ഇപ്പോഴേ നമ്മൾ മെച്യൂരിറ്റിയിൽ എന്തെങ്കിലും കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ തന്തവൈബാണെന്ന് പറയും അല്ലേ. അതൊക്കെ തരമാണ് നമ്മൾ ചെയ്യുന്നത്, പൊട്ടത്തരമാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നമ്മൾ യങ് ആയിട്ട് ഹെൽത്തി ആയിട്ട് ഇരിക്കുന്ന ടൈമിലാണ് നമുക്ക് ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കുറേ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാനേ പറ്റില്ല. അപ്പോൾ ടൈം ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ടൈം വെറുതെ വേസ്റ്റ് ചെയ്യരുത്. വെറുതെയാണ്, നമുക്ക് ടൈമൊന്നുമില്ല. നമ്മൾ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പേ നമുക്ക് 20 വയസ്സിൽ നിന്ന് 30 വയസ്സാകുമ്പോൾ വലിയ പണിയൊന്നുമില്ല. അപ്പോൾ ആ ടൈമിൽ നമ്മൾ കുറേ ഓടുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ഇപ്പോൾ നമ്മൾ മാക്സിമം ഹാർഡ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു 30s 40s ഒക്കെ ആകുമ്പോഴേക്കും നമ്മുടെ ലൈഫ് സെറ്റിൽ ആക്കാനായിട്ട് നമുക്ക് പറ്റും. അപ്പോൾ ടൈം ഉണ്ടെന്ന് ദയവ് ചെയ്ത് പറയരുത്. കിട്ടുന്ന ടൈം നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യുക. സിറ്റുവേഷൻ അനുസരിച്ച് ഫ്ലെക്സിബിൾ ആവുക എന്നുള്ളത്. എല്ലാ സിറ്റുവേഷനും നമുക്ക് ചിലപ്പോൾ ഇഷ്ടമായിക്കോളണമെന്നൊന്നുമില്ല. നമ്മുടെ ലൈഫിൽ പല പല സിറ്റുവേഷനിലൂടെ നമ്മൾ കടന്നു പോവുകയൊക്കെ ചെയ്യും. പക്ഷെ അതിനനുസരിച്ച് നിങ്ങളും കൂടെ ഒന്ന് കംഫർട്ടബിൾ ആവുക, ഫ്ലെക്സിബിൾ ആവുക എന്നുള്ളത് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അല്ലാണ്ട് ഞാൻ വിചാരിച്ചവിടെ ഞാൻ ഇരിക്കുകയുള്ളൂ, ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യമേ നമ്മൾ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞാൽ ചില മൊമെന്റിലും ചില പോയിന്റിലും നമുക്കത് പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പോൾ നിങ്ങൾ ഏത് സിറ്റുവേഷനിലാണോ നിൽക്കുക അതിനനുസരിച്ച് ഫ്ലെക്സിബിൾ ആവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ലൈഫിൽ പ്രാക്ടീസ് ചെയ്യാനായിട്ട് നോക്കുക, അറിഞ്ഞിരിക്കുക. ഇങ്ങനെയൊക്കെയാണ് ലൈഫ് എന്നുള്ളൊരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഗോൾ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമാണ് നമ്മുടെ ലൈഫിൽ നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ.